ഹായ് മൈ ഡി മ്യൂസിക് ഫ്രണ്ട്സ്, ആർ ജെ മ്യൂസിക് പ്രൊഡക്ഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജേഷ് ജയൻ. പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ക്യൂബേസിൽ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ എക്സ്പോർട്ട് ചെയ്തെടുക്കുമ്പോൾ ഉള്ളൊരു ക്വാളിറ്റി അത് എങ്ങനെയാണ് ഉറപ്പ് വരുത്തുന്നത്, എന്തൊക്കെ സെറ്റിങ്സാണ് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്നുള്ളത്. ഇന്നത്തെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുമ്പോഴുള്ള ഓപ്ഷൻസ് എന്തൊക്കെ നമുക്ക് എടുക്കാം. അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് വേവ് ഫയലാണ്, ഏറ്റവും ക്വാളിറ്റിയിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്തെടുക്കാറുള്ളത് വേവ് ഫയലാണ്. രണ്ടാമത്തത് MP3 ഫയലാണ്. നമുക്കിപ്പോൾ വാട്സപ്പിൽ സെൻഡ് ചെയ്ത് കൊടുക്കാനോ വലിയ ക്വാളിറ്റി ഡിഫറൻസിൻ്റെ വ്യത്യാസം ഇല്ലാതെ തന്നെ ചെറിയ ഫയൽ സൈസായിട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ രണ്ടിലും എന്തൊക്കെ ഓപ്ഷൻസാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് നമുക്ക് കൊടുക്കേണ്ടതെന്ന് നമുക്ക് ഈ ക്യൂബേസിൻ്റെ സോഫ്റ്റ്വെയറിൽ ഒന്ന് നോക്കാം. ക്യൂബേസിലൊരു പ്രൊജക്റ്റ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്ന എക്സ്പോർട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫയലിൽ പോവുക, എക്സ്പോർട്ട് എടുക്കുക, എക്സ്പോർട്ട് ഓഡിയോ മിക്സ് ഡൗൺ ആയിട്ട് എടുക്കുക. നിങ്ങൾ എന്തെങ്കിലും ഷോർട്ട് കട്ട് അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. എൻ്റെ അതിനകത്ത് ഓപ്ഷൻ എന്ന് വെച്ചാൽ Ctrl+E ആണ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഡയറക്റ്റ് അവിടെ എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഓഡിയോ മിക്സ് ഡൗൺ. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബോക്സ് ഓപ്പൺ ആവും, എക്സ്പോർട്ട് ഓഡിയോ മിക്സ് ഡൗൺ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് കാര്യം, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഫയലിന് എന്ത് പേര് കൊടുക്കണം എന്നുള്ളതാണ്. ന്യൂ സോങ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ന്യൂ സോങ്. എന്നിട്ട് ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ നമ്മൾ താഴെ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യണമെങ്കിൽ താഴത്ത് പ്രിവ്യൂ ഒരു ചേഞ്ച് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, ന്യൂ സോങ് ഓഡിയോ സ്റ്റീരിയോ ഔട്ട്പുട്ട് MP3 എന്ന് പറഞ്ഞ് വരുന്നത്. അത് നമ്മളിവിടെ MP3 ഫയൽ സെലക്ട് ആയിക്കൊണ്ടാണ് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് വേവ് ഫയലിൻ്റെ എക്സ്പോർട്ടാണ്. പിന്നെ പാത്ത്, ഏത് ഫോൾഡറിലാണ് നമുക്ക് വേണ്ടതെന്നുള്ളത്. ഇവിടെ പോവുക, ഇവിടെ പോയിട്ട് നമ്മൾ ഏത് ഫോൾഡർ വേണമെന്ന് നമ്മൾ തീരുമാനിക്കുക. നമ്മളിവിടെ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. അതായത് ആ ഫോൾഡറിൽ ഈ സെയിം പേരിൽ പുതിയ വേറൊരു ഫയൽ ഉണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യണോ, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഓൾവേസ് ആസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു കമാൻഡ് പോലെ വരും. പിന്നെ ഉള്ളത് പ്രീസെറ്റുകളാണ്. പ്രീസെറ്റ് ഏതെങ്കിലും വേണോ, നമ്മൾ ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് പുതിയൊരു പ്രീസെറ്റായിട്ട് സേവ് ചെയ്താൽ എപ്പോഴും ആ പ്രീസെറ്റ് യൂസ് ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഫയൽ ടൈപ്പ് ചോദിച്ചിട്ടുണ്ട്. ഫയൽ ടൈപ്പ് ചോദിക്കുമ്പോൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വേവ് ഫയലാണ്. അപ്പോൾ വേവ് ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കുറേ ചേഞ്ചസ് വന്നു ഇവിടെ. അപ്പോൾ വേവ് ഫയൽ സാമ്പിൾ റേറ്റ് ചോദിച്ചിട്ടുണ്ട്. സാമ്പിൾ റേറ്റ് 48,000 നമ്മൾ ഇട്ടേക്കുന്നത്. ഇത് ചിലപ്പോൾ ചിലവരുടെ 44.1 ആയിരിക്കാം, 48 ആയിരിക്കാം. അതായത് വേവ് ഫയൽ 48 kHz നമുക്ക് നല്ല ക്വാളിറ്റിയിൽ എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ബിറ്റ് ഡെപ്ത് ചോദിച്ചിട്ടുണ്ട്. ബിറ്റ് ഡെപ്ത് ചെയ്യുമ്പോൾ 8, 16, 24, 32 ബിറ്റ് ഫ്ലോട്ട്. 32 ബിറ്റാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിനകത്ത് 32 ബിറ്റ് ഫ്ലോട്ടാണ് നമുക്ക് കുറച്ചുകൂടെ ബെസ്റ്റ് ക്വാളിറ്റിയിൽ ഔട്ട്പുട്ട് കിട്ടുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു ചോദ്യമുള്ളത് എക്സ്പോർട്ട് ആസ് എന്ന് പറയുന്നത് ഇൻ്റർലീവ്ഡ് സ്പ്ലിറ്റ് ചാനൽ മോണോ. ഇത് ചോദിക്കുന്നതാണ് എങ്ങനത്തെ ടൈപ്പ് എക്സ്പോർട്ടിങ് വേണം, സ്പ്ലിറ്റ് ചാനൽ സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് വേണോ, മോണോഡ് മിക്സ് ഡൗൺ വേണമെന്ന്. അത് ഇൻ്റർലീവ്ഡ് തന്നെ കൊടുക്കുക. പിന്നെ എഫക്ട്സ് ചോദിക്കുന്നുണ്ട്. എഫക്ട്സ്, ഇൻസേർട്ട് സ്ട്രിപ്സ്, നമുക്ക് എന്തെങ്കിലും ഒഴിവാക്കണമെങ്കിൽ ഡ്രൈ മാത്രം മതിയെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. അത് അങ്ങനെ തന്നെ വിടുക. പിന്നെ ലാസ്റ്റത്തെ ഓപ്ഷൻ ആഫ്റ്റർ എക്സ്പോർട്ടിങ് എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതായത് എക്സ്പോർട്ടിങ് ഫംഗ്ഷൻ ഇങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതിനകത്ത് പറയുന്നത് ക്രിയേറ്റ് ന്യൂ പ്രൊജക്റ്റ്. ഒരു പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ എക്സ്പോർട്ട് ചെയ്ത ഓഡിയോ ഫയൽ മാത്രം അതിനകത്ത് വരുന്ന രീതി. രണ്ടാമത്തേത് ക്രിയേറ്റ് ഓഡിയോ ട്രാക്ക്. അതായത് ഈ പ്രൊജക്റ്റിൽ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് പുതിയൊരു ഓഡിയോ ട്രാക്ക് ഫോം ചെയ്തിട്ട് നമുക്കവിടെ ആ ഓഡിയോ ട്രാക്കായിട്ട് കാണാൻ പറ്റും. പിന്നെ വരുന്നത് ഇൻസേർട്ട് ടു പൂൾ എന്ന് പറഞ്ഞാൽ മീഡിയ പൂളുണ്ട്. അതിനകത്തൊരു ഫയലായിട്ട് പോയി സേവ് ചെയ്യുക. നമുക്ക് ഇവിടെ നല്ലൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ക്രിയേറ്റ് ഓഡിയോ ട്രാക്ക് എന്നുള്ളതാണ്. ക്രിയേറ്റ് ഓഡിയോ ട്രാക്ക് എന്ന് കൊടുത്ത ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കിത് എക്സ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ റിവ്യൂ ചെയ്യണം എങ്ങനെ ഇരിക്കുന്നതെന്ന്. അപ്പം നമ്മൾ ഫോൾഡറിൽ പോയി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇടേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരെണ്ണം ക്രിയേറ്റ് ആവും. ഇതല്ലാതെ ഇപ്പുറത്തെ സൈഡിൽ കുറേ സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ട്. സിംഗിൾ, മൾട്ടിപ്പിൾ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സിംഗിൾ വെക്കുക. സിംഗിൾ വെച്ചാൽ ഈ ഔട്ട്പുട്ട് ചാനൽ, നമ്മുടെ ലാസ്റ്റ് ചാനൽ ഞാൻ ഒരു മിക്സർ ഓപ്പൺ ചെയ്ത് കാണിക്കാം. മിക്സർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് കാണുന്ന സ്റ്റീരിയോ ഔട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് ചാനൽ. ഈ ഔട്ട്പുട്ട് ചാനലിലെ ഫയലായിരിക്കും നമുക്ക് പുറത്തോട്ട് എക്സ്പോർട്ട് ആവുന്നത്. അതൊരു സിംഗിൾ ഓഡിയോ ഫയലായിട്ടായിരിക്കും. മിക്സ് ചെയ്യാൻ നമ്മൾ വേറൊരു സ്റ്റുഡിയോയിലോട്ട് കൊണ്ടുപോകാൻ നേരത്ത് ഇത് മൾട്ടിപ്പിളായിട്ട് എടുക്കേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ ഏതൊക്കെ ചാനലുകൾ നമ്മൾ കൊടുത്തേക്കണ ലെയേഴ്സ് ഏതൊക്കെ വേണമെന്ന് ഇവിടെ മൾട്ടിപ്പിൾ കൊടുത്തിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കണം ഏതൊക്കെ വേണമെന്നുള്ളത്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ സിംഗിളാണ് നമ്മൾ കൊടുക്കണമെങ്കിൽ സ്റ്റീരിയോ ഔട്ട് ചാനൽ ഒരു സോങ് ആയിട്ട് നമുക്ക് പുറത്തോട്ട് വരും. പിന്നെ താഴെ കൊടുത്തേക്കുന്ന ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ലൊക്കേറ്റേഴ്സ്, സൈക്കിൾ മാർക്കിങ്.
ഈ 2 ഓപ്ഷൻ നമുക്ക് അത്യാവശ്യമുള്ളതാണ്. അതായത് നമ്മുടെ സോങ് ഏത് ഭാഗം മുതലാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. ഇപ്പം 1 മുതൽ ഏത് സോങ്ങിൽ ഏത് ഏരിയയിലാണ് ഇത് തീരുന്നത് അതുവരെ നമ്മൾ ലൊക്കേറ്റേഴ്സിനെ ഇവിടെ സെറ്റ് ചെയ്യണം. എന്നാലേ അത്രയും പാർട്ട് എക്സ്പോർട്ടായി വരത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ കയറി ഈ ഏരിയയിലൊന്നും പാട്ടില്ല, വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി കയറ്റി വെക്കാം, സ്റ്റാർട്ടിങ് ടൈം അത്രയും ബ്ലാങ്കായിട്ട് ഓടാതിരിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ മുതൽ ഈ ഏരിയ വരെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഏരിയ മാത്രമേ എക്സ്പോർട്ട് ആവുള്ളൂ. എവിടെ കൊണ്ടാണ് ഇത് തീരുന്നത് അവിടെ വെച്ച് കട്ടാവും. അതുകൊണ്ട് ഇപ്പോൾ ലൊക്കേറ്റർ ഇവിടെ നിൽക്കണമെങ്കിൽ ഈ ഭാഗമൊന്നും വരത്തില്ല. ഇപ്പോൾ ലൊക്കേറ്റർ ഇച്ചിരി നീക്കി കറക്റ്റ് നമ്മുടെ പാട്ടിൻ്റെ പൊസിഷനിൽ കൊണ്ടുപോയിട്ട് വെക്കുക. അത് മാക്സിമം സൂം ചെയ്തിട്ടൊക്കെ വെക്കുക, അപ്പോൾ തെറ്റ് പറ്റാതിരിക്കാനായിട്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സ്പോർട്ട് ഓപ്ഷൻ കൊടുക്കാം. എക്സ്പോർട്ട് കൊടുത്തു നോക്കാം എന്താ വരുന്നതെന്ന്. എക്സ്പോർട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും, കമ്പ്യൂട്ടറിൻ്റെ സ്പീഡ് അനുസരിച്ച് എക്സ്പോർട്ട് ആവുന്നത്. അപ്പോൾ നമ്മുടെ എക്സ്പോർട്ടിങ് കഴിഞ്ഞിരിക്കണതാണ്. എക്സ്പോർട്ടിങ് കഴിയുമ്പോൾ ഇങ്ങനൊരു കോപ്പി ഫയൽ ടു പ്രൊജക്റ്റ് ഫോൾഡറിൽ കോപ്പി ചെയ്യണോ എന്ന് ചോദിക്കണേന്ന്. അങ്ങനെ കോപ്പിയും കൂടെ ചെയ്താൽ പ്രൊജക്റ്റ് ഫോൾഡറിൽ ഈ ഒരു എക്സ്പോർട്ട് ചെയ്ത ഫയൽ ഉണ്ടാവും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ നമ്മുടെ ന്യൂ സോങ് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പ്ലേ ചെയ്ത് റിവ്യൂ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. നമുക്കത് ഒരു ഫോൾഡറിൽ പോയിട്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇട്ടിട്ട് പിന്നെയും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത ഓപ്ഷൻ നമ്മൾ നോക്കാൻ പോകുന്നത് MP3 ആയിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്. നമുക്ക് വാട്സപ്പിലൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ചെറിയ ഫയൽ സൈസ് ഉള്ളൊരു എക്സ്പോർട്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 MB സൈസൊക്കെ വരുള്ളൂ. വേവ് ഫയലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ 70-80 MB ഒക്കെ വരും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഇത് സെയിം പോലെ തന്നെ ഫയലിൽ പോവുക, എക്സ്പോർട്ട് ഓഡിയോ മിക്സ് ഡൗൺ എടുക്കുക. ഓഡിയോ മിക്സ് ഡൗൺ എടുത്തിട്ട് ഇവിടെ ഫയൽ ടൈപ്പിൽ മാത്രമേ ചേഞ്ച് വരുത്തേണ്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങളുടെ സെയിം പേരൊക്കെ ആണെങ്കിൽ സെയിം തന്നെ. ഫയൽ ടൈപ്പിൽ പോയിട്ട് MPEG-1 ലെയർ 3 എന്ന് പറയുന്നത് MP3 ഫോർമാറ്റിൻ്റെ തന്നെ എക്സ്പാൻഷനാണ്. നമ്മളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വരും ഓട്ടോമാറ്റിക്കലി. 40 kHz ആണ് നമുക്ക് ഹയർ ക്വാളിറ്റിയിൽ കിട്ടുന്നത്. ബിറ്റ് റേറ്റ് 320 എന്ന് പറയുന്നതാണ് ഏറ്റവും ഹയസ്റ്റ് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി. അപ്പോൾ 320 ഓപ്റ്റ് ചെയ്യുക. ബാക്കിയെല്ലാം സെയിം തന്നെ. ഇൻ്റർലീവ് ഇവിടെ നിന്ന് കൊടുക്കുകയാണെങ്കിൽ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സെയിം തന്നെ. ലൊക്കേറ്റർ സെലക്ട് ചെയ്യുക, എക്സ്പോർട്ട് ഓഡിയോ. ഇപ്പോൾ നമ്മളുടെ MP3 ഫയലും എക്സ്പോർട്ടായി കഴിഞ്ഞിരിക്കുകയാണ്. സെയിം പോലെ തന്നെയാണ് കോപ്പി ഫയൽ ടു പ്രൊജക്റ്റ് ഫോൾഡർ. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നോക്കാം താഴെ എന്താ വരുന്നതെന്നുള്ളത്. ന്യൂ സോങ് 01 എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫയൽ ഫോം ചെയ്തു. ഇതാണ് MP3 ഫയലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈസി എക്സ്പോർട്ട് സെറ്റിങ്സ് വേവ് ഫയലായിട്ടും MP3 ഫയലായിട്ടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ അല്ലേ? സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കുക. കാര്യം ഇതിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് മ്യൂസിക് റിലേറ്റഡ് പോസ്റ്റുകളുണ്ടാവും. ക്യൂബേസ്, FL സ്റ്റുഡിയോ പോലെയുള്ള DAWs, പിന്നെ സ്റ്റുഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ ഈ ഒരു ചാനലിൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിന്നാൽ കൂടുതൽ ഇങ്ങനെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാം.